ഗുരുവായൂരിൽ ഒരു രാത്രി താമസിച്ച് ദീപാരാധനയും അതുപോലെ നിർമ്മാല്യെല്ലാം തൊഴാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രാത്രി താമസിക്കുന്നതിനെ പറ്റിയുള്ള ചിലവിനെ കുറിച്ച് മറന്നേക്കൂ. വെറും 100 രൂപ കൊടുത്താൽ ഒരു രാത്രി താമസിക്കാനുള്ള സൗകര്യം ഗുരുവായൂർ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. താമസം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷപ്പ് ആകാം, ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ട്, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. ഇത് ഗുരുവായൂർ ദേവസ്വം വകയല്ലാട്ടോ, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ്. ടൂറിസം വകുപ്പിന്റെ പ്രസാദ് പദ്ധതിയാണ് ഇത്. നമുക്കറിയാം ഗുരുവായൂരിലെ തിരക്ക്, 2-3 മണിക്കൂർ ക്യൂവിൽ നിൽക്കാതെ നമുക്ക് ദർശനം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ഒരു വിശേഷ ദിവസമാണെങ്കിൽ പറയുകയും വേണ്ട. അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് ദർശനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ക്ഷീണം ഉണ്ടാകും. സാധാരണ എല്ലാവരും നടപ്പന്തലിൽ തന്നെ ഇരുന്നാണ് ക്ഷീണം മാറ്റുന്നത്. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നല്ല വൃത്തിയോടെ നടത്തിവരുന്ന ചെറിയ ചിലവിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഗവൺമെൻറ് സ്ഥാപനം തന്നെ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ സ്ഥാപനം ഗുരുവായൂരിൻ്റെ പടിഞ്ഞാറേ നടയിലാണ്. അങ്ങോട്ട് പോകാനായിട്ട് നേരെ പടിഞ്ഞാറേ നടയിൽ വരിക. അവിടെ നിന്ന് നടപ്പന്തലിലൂടെ ഒരു 50 മീറ്റർ മുന്നോട്ട് നടന്നാൽ ഇതുപോലെ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള ബാരിക്കേഡ് കാണാം. അതുവഴി കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് നടന്നാൽ ഇടതുവശത്തായിട്ട് കൃഷ്ണപിള്ള സ്ക്വയർ കാണാം. അതിനോട് ചേർന്നാണ് ഈ 4 നിലയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മൾ നിർമ്മൽ സൗഹൃദ കേന്ദ്രം. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. വരൂ. നഗരസഭ ഇതിൻ്റെ നടത്തിപ്പ് കുടുംബശ്രീക്കാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സ്ത്രീകളാണ് കേട്ടോ. ഇവിടുത്തെ ഓരോന്നിൻ്റെയും ചാർജുകളാണ് കൊടുത്തിട്ടുള്ളത്. ഗുരുവായൂരിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിയതാണിത്. ടൂറിസം വകുപ്പിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെ സ്ഥലത്ത് ഏകദേശം 4 കോടിയോളം രൂപ ചിലവിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നഗരസഭയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഫോൺ വിളിച്ച് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കഴിഞ്ഞ നവംബറിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ കുടുംബശ്രീയും ഒരുമിച്ച് ചേർന്നിട്ട് നടത്തുന്ന ഒരു പദ്ധതിയുടെ പ്രകാരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ട്രെയിനിങ് സ്റ്റാഫ് അടക്കം 30 സ്റ്റാഫുകളുണ്ടായിരിക്കും. കുടുംബശ്രീയുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്ന സ്റ്റാഫുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. 2 ഓഫീസ് സ്റ്റാഫും കൂടി അവർ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോർമെട്രിയാണ് കൂടുതലും നമ്മളിവിടെ കൊടുക്കുന്ന ഒരു സൗകര്യം. 6 മണിക്കൂർ വരെയുള്ളവർക്ക് നമുക്ക് ഡോർമെട്രി ഒരു ബെഡിന് 100 രൂപ വെച്ചിട്ടാണ് നമ്മളിവിടെ ചാർജ് ഈടാക്കുന്നത്. 12 മണിക്കൂർ വരുമ്പോൾ 200 രൂപ ഒരു ബെഡിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്നുണ്ട്. അത് 24 മണിക്കൂറാകുമ്പോൾ അത് 400 രൂപ വെച്ചിട്ടും ചാർജ് മാറുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക വെച്ചാൽ ക്ലോക്ക് റൂം സൗകര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. ബാഗ്, അതുപോലെ മൊബൈൽ, ഹെൽമെറ്റ്, ചപ്പൽ ഇതെല്ലാം ചാർജ് ഈടാക്കിയിട്ട് നമ്മളിവിടെ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. റെസ്റ്റിംഗ് ഏരിയ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. സോഫ സെറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ 40 രൂപയുടെ മണിക്കൂറിന് നമ്മൾ ഈടാക്കുന്ന ചാർജ്. ഫ്രഷപ്പ് ചെയ്യാനും ടോയ്ലറ്റ് സൗകര്യം കൊടുക്കുന്നുണ്ട്. അതിനും ബില്ല് പേബിളാണ്. പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ കുറച്ച് 2-3 മാസങ്ങളായിട്ട് ചെറിയ രീതിയിൽ കല്യാണം, മീറ്റിംഗ് പോലത്തെ ചെറിയ ഫംഗ്ഷനുകളൊക്കെ നമ്മൾ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പോലെ നമ്മൾ ചേർന്നിട്ട് നടത്തി കൊടുക്കുന്നുണ്ട്. ഇത്രയും സൗകര്യങ്ങളൊക്കെയാണ് കൂടുതലും നമ്മളിവിടെ ചെയ്യുന്നത്. ലേഡീസിനെയും ജെൻസിനെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്ലോറാണ് നമ്മളിവിടെ കൊടുക്കുന്നത് സൗകര്യത്തിന് വേണ്ടിയിട്ട്. ലേഡീസിന് മാത്രം 16 ബെഡ് ഉണ്ട്. അതുപോലെ ജെൻസിന് തന്നെ അതേ ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ജെൻസിനും സെക്കൻഡ് ഫ്ലോറിൽ ലേഡീസിനെയാണ് കൊടുക്കുന്നത്. പിന്നെ അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ വൈകിട്ട് 7 മണി മുതൽ പിറ്റേ ദിവസം കാലത്ത് 7 മണി വരെയുള്ള ടൈമിൽ വിരിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഡെയിലി വരുന്ന ആൾക്കാർക്ക് പായയും അതുപോലെ ചെറിയൊരു ഫോം ബെഡ്, തലയണ ഈ ഒരു സൗകര്യം നമ്മൾ വിരിച്ച് കൊടുക്കുന്നുണ്ട്. 120 രൂപയാണ് അവർക്ക് ചാർജ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ നഗരസഭയുടെയും കുടുംബശ്രീയും ചേർന്നിട്ട് നടത്തുന്നൊരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൽ വർക്ക് ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് പടിഞ്ഞാറ് നടയിൽ, ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ കൃഷ്ണപിള്ള സ്ക്വയറിന് തൊട്ടടുത്ത് വരുന്ന ഒരു 2 നില ബിൽഡിങ്ങാണ് ഈ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ACT ഫുഡ് സെൻറ്റർ എന്ന് പറയുന്ന ഈ ബിൽഡിംഗ് ഉള്ളത്. ശരിക്കും പാലക്കാട് വരുന്ന ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പ്, പടിഞ്ഞാറ് നിർത്തുന്ന സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ബിൽഡിംഗ്. കണ്ടുപിടിക്കാനും അധികം പ്രയാസം ഉണ്ടായിട്ടില്ല. ഇവിടെ ലിഫ്റ്റ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ വയസ്സായവർക്ക് സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഓരോന്നിൻ്റെയും വിലവിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1-ാമത്തെ നില മുഴുവനായിട്ടും പുരുഷന്മാർക്കുള്ളതാണ് കേട്ടോ.
ഇവിടെ 2 ഡോർമെട്രിയാണ് നൽകിയിട്ടുള്ളത്. ഒന്നിന് 8 പേർക്ക് കിടക്കാനുള്ള സൗകര്യം ആണുള്ളത്. മുകളിലും താഴെയുമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാർച്ചിൽ നല്ല ചൂട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, AC ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ കബോർഡുകളും നൽകുന്നുണ്ട്. സാധനങ്ങൾ ലോക്ക് ചെയ്ത് പോകാനുള്ള സൗകര്യമാണ് ഇത്. വാഷ്റൂമിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ 10 ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ കോമൺ ടോയ്ലറ്റുകളും ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെയാണുള്ളത്. 6ഓളം വാഷിംഗ് ബേസുകളും അതുപോലെ കണ്ണാടിയൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകം ഓർക്കുക, നമുക്ക് റൂമായിട്ട് ഇവർ നൽകുന്നില്ല, ഡോർമെട്രി മാത്രമാണ് അവൈലബിൾ. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്ത്രീകൾക്കുള്ള റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഇതും താഴെ നമ്മൾ കണ്ട അതേപോലെയാണുള്ളത്. 2 ഡോർമെട്രി, 8 ബെഡുകൾ വീതമാണുള്ളത്. 16 പേർക്ക് ഇവിടെ ഒരേ സമയം താമസിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു ഡോർമെട്രി മുഴുവനായിട്ടും, അതായത് 8 ബെഡ് സ്പേസ് ഒരുമിച്ച് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അതിനാൽ ബുക്ക് ചെയ്യാൻ വിളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, 1ഓ 2ഓ ബെഡായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി 4ാമത്തെ നിലയിലേക്ക് വന്നാൽ 150 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് അവിടെ നടത്താൻ പറ്റും. ചുരുങ്ങിയ ചെലവിൽ കാര്യങ്ങൾ നടത്താം. അതായത് ഒരു ചെറിയ രീതിയിൽ കല്യാണ സദ്യയൊക്കെ ഇവിടെ വെച്ചിട്ട് നടത്താനുള്ള സൗകര്യം ഈ നിലയിലുണ്ട്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നാൽ ഇവിടെ ഒരു കോൺഫറൻസ് ഹാളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 50 ആളുകൾക്ക് ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അതായത് ശബരിമല സീസണിലൊക്കെ കൂടുതൽ ആളുകളായിട്ടൊക്കെ വരുമ്പോൾ ഇത് ഉപകാരപ്പെടും. ഒരു പുൽപ്പായയും തലയിണയും ഇവർ നൽകുന്നതായിരിക്കും. അതേപോലെ ചെറിയൊരു മീറ്റിംഗ് എല്ലാം നമുക്കിവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. കയറി വരുന്ന മുൻഭാഗത്ത് വലിയൊരു സോഫ സെറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും ഉണ്ട്. ഇവരുടെ നടത്തിപ്പിൻ്റെയും മറ്റ് ഫീഡ്ബാക്ക് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് അറിയിക്കാനുള്ള സൗകര്യവും ഉണ്ട്. ഒരു രാത്രി സ്റ്റേ ചെയ്യുന്നതിന് 7 PM മുതൽ 7 AM വരെ 120 രൂപയാണ് ചാർജ്. സമയം കൂടുന്തോറും എമൗണ്ടും കൂടും. അതുപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് വണ്ടിയായിട്ട് വരുന്നവർ കിഴക്കേ നടയിലുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം വേണം ഉപയോഗപ്പെടുത്താൻ. ഈ ഭാഗത്ത് 2 മൾട്ടി ലെവൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്, അതും വേണം ഉപയോഗിക്കാൻ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.